ഞാൻ ആച്ചുക്ലീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് റബ്ബിനോട് കുറെ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹു എനിക്ക് പെൺകുഞ്ഞിനെ തന്നെ റബ്ബേ. എന്റെ ചെറുപ്പത്തിൽ ഞാൻ പാവകളിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. ഉമ്മ പാവ വാങ്ങിച്ചൊരു വീട്ടിൽ കൊണ്ടുവരേണ്ട താമസമുള്ളൂ. അതിന് കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിച്ച് നെക്സ്റ്റ് ഡേ അതിന്റെ ബർത്ത്ഡേ ഇരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ പാവക്കൊക്കെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ വരെ എനിക്കുണ്ടായിരുന്നു മദ്രസയിൽ. 2 രൂപ കൊടുക്കണം അവൻ ഡ്രസ്സ് ചെയ്ത് തന്നെങ്കിൽ. പാവ അവനൊക്കെ ഇപ്പൊ എവിടെയെന്നൂല എനിക്ക് അറിയാൻ വേണ്ടി പാടില്ല. അതുപോലെ എന്റെ കയ്യിലേക്ക് കിട്ടിയ ഒരു പാവക്കുട്ടി തന്നെയായിരുന്നു ആച്ചുക്കളി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പാവക്കുട്ടീനെ ഒരുക്കി കൊണ്ടെടുക്കുന്ന പോലെ ആച്ചുക്കളീനെ കിട്ടൂല. അച്ചു കുറച്ച് സീരിയസ് ആണ്. പക്ഷെ ഉണ്ടല്ല, ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അച്ഛന് ഭയങ്കര പ്രാന്താണ് ട്ടാ. സത്യം പറഞ്ഞാൽ ഓരോ ബർത്ത്ഡേക്ക് വരുമ്പോ എനിക്ക് കുറച്ച് ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്. കാരണം മക്കൾ ഓരോ ഗ്രോത്തിലും ഓരോ മാറ്റങ്ങളാണ്. കുഞ്ഞിലുണ്ടായ ഇഷ്ടങ്ങളൊക്കെ മാറി, കാണുന്ന കാഴ്ചകള്, പറയണ കാര്യങ്ങള്, ആഗ്രഹം, ഇഷ്ടം ഒക്കെ മാറിക്കഴിഞ്ഞപ്പോ എവിടേക്കോ എന്തൊക്കെയോ മിസ് ചെയ്യണ പോലെ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഞാൻ മക്കളുടെ കാര്യത്തിൽ കുറേയൊക്കെ ഇൻവോൾവ് ആവുമ്പോഴാണ് ഞാൻ ഒരു ഉമ്മയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്.